الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നെയും പിന്നെ നിങ്ങളേവരെയും ശക്തമായ ഭാഷയിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ബറക്കത്തിൻ്റെ മാസമായി പറയപ്പെട്ട പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ ദശദിനങ്ങൾ തീരാനായ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഈ സന്ദർഭത്തിൽ റമദാനിൽ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിൽ തന്നെ നമ്മൾ അല്ലാഹുവിനോട് ഏറെ നന്ദി പറയേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ റമദാനിൽ ജീവിക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ ദുആ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ആ റമദാന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് റമദാൻ ജീവിക്കാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി റമദാന്റെ 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്വഹാബാക്കളും മറ്റും ദുആ ചെയ്തിരുന്നു എന്നാണ്. അത്രയും ശ്രേഷ്ഠമായ ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ സമീപകാലത്തും നേരത്തെയുമൊക്കെ മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇനി നമുക്ക് പരിചയമില്ലാത്ത സത്യവിശ്വാസികളായ ആളുകൾ, അവരൊക്കെ മരണപ്പെട്ടു പോയി. അവർക്കെല്ലാം തന്നെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പല ആളുകളും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരായുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല രോഗശമനം നൽകുമാറാകട്ടെ. ആയുസ്സുണ്ടെങ്കിലും ആഫിയത്തില്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാത്ത ദുരവസ്ഥ വരും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വളരെ ആഗ്രഹിച്ചാലും ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരും. അത്തരം ഘട്ടം വരുന്നതിന് മുമ്പായി നമ്മുടെ ആരോഗ്യാവസ്ഥകളെ, സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചിട്ടുണ്ട്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നു, എല്ലാവരും പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞാനും പോകുന്നു, എല്ലാവരും തറാവീഹ് പോകുന്നതുകൊണ്ട് ഞാനും പോകുന്നു, എല്ലാവരും നോമ്പെടുക്കുന്നതാണ് അതുകൊണ്ട് ഞാനും നോമ്പെടുക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ
ഒഴുക്കിനൊത്ത് ചെയ്യേണ്ടുന്നതല്ല സൽക്കർമ്മങ്ങൾ. മറിച്ച് വളരെ ആത്മാർത്ഥമായ ഉദ്ദേശ ലക്ഷ്യം നമുക്കുണ്ടാകണം. പരിശുദ്ധമായ റമദാന്റെ പ്രധാനമായ ലക്ഷ്യം നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കലും നമ്മുടെ പരലോകം വിജയത്തിലാക്കി തീർക്കലുമാണ്. ഏതൊരു മനുഷ്യന്റെയും പരലോക ജീവിതം അപകടമാക്കി തീർക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവന്റെ സ്വന്തം പാപങ്ങളാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ വല്ലാതെ കാണാൻ ശ്രദ്ധിക്കും. എന്നാൽ അവനവന്റെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് പലപ്പോഴും നിസ്സാര കാഴ്ചപ്പാടായിരിക്കും. ആരെങ്കിലും ചോദിച്ചാൽ അതൊക്കെ ചെയ്യാത്തവരാരാ? എത്രയാള് പലിശക്ക് വാങ്ങുന്നുണ്ട്, ഞാൻ മാത്രമൊന്നല്ലല്ലോ. എത്രയാള് സിനിമ കാണുന്നുണ്ട്, ഞാൻ മാത്രമൊന്നല്ലല്ലോ. അങ്ങനെ സ്വന്തം തെറ്റുകളെ നിസ്സാരമാക്കുന്ന ഒരവസ്ഥ വളരെ ഭയപ്പെടേണ്ടതാണ്. ഒരു മനുഷ്യൻ തന്റെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കുന്നതിന് തടസ്സമായി തീരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അവന്റെ തെറ്റുകളെ അവൻ നിസ്സാരമായി കാണലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങൾ ചെറിയ തെറ്റുകളെ പോലും നിസ്സാരമാക്കരുത്. കാരണം ചെറിയ ചെറിയ തീക്കനലുകളാണ് വലിയ തീക്കുണ്ടാരമായി മാറാറുള്ളത്. അതുകൊണ്ട് ചെറിയ പാപങ്ങൾ പോലും ധാരാളമാകുമ്പോൾ അത് വൻപാപത്തിന്റെ സ്ഥാനത്താകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാകണം. സൂറത്തു സ്വാഫാത്തിൽ സ്വർഗത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് അവിടെ പല ആനന്ദങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പലതും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള സുഖങ്ങളൊക്കെ ആ പരാമർശിച്ചതിന് ശേഷം അല്ലാഹു തആല പറയാണ്, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അദീം ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. സ്വർഗത്തിലുള്ള ആളുകൾ അവിടെയുള്ള സന്തോഷങ്ങളൊക്കെ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം അള്ളാഹു പറയാണ്, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അദീം. ആ സ്വർഗത്തിൽ എത്തിച്ചേരുക എന്ന കാര്യം അതാകും ഏറ്റവും വലിയ വിജയം. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കേണ്ടത്. ദുനിയാവില് നേട്ടമായി വിജയമായി കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. സമ്പത്തുണ്ടാവുക, നല്ലൊരു ജോലി ഉണ്ടാവുക, നല്ലൊരു കുടുംബം ഉണ്ടാവുക, നല്ലൊരു വീടുണ്ടാവുക, ഇതൊക്കെ വിജയമായി നമ്മൾ കാണാറുണ്ട്. അതിനെതിരായാൽ അതൊക്കെ പരാജയമായും കാണാറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അവനവന്റെ പരലോകം രക്ഷപ്പെടലാണ്. ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ പരലോകത്ത് പരാജയപ്പെടലാണ്. അതിന് കാരണമാകുന്നത് നമ്മുടെ സ്വന്തം അമലുകളാണ് എന്ന് ചിന്തിക്കണം. തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം. ആ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ വരുന്ന അലസതയും അശ്രദ്ധയും മരണസമയത്താണ് ഒരു മനുഷ്യൻ തിരിച്ചറിയുക. മരണത്തിന്റെ നേരത്ത് അശ്രദ്ധവാനായ മനുഷ്യൻ പറയും, ഹത്താ ഇദാ ജാ അഹദഹുൽ മൗതു ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ ചിലയാൾക്കൊരു പരാതി ആയിരിക്കും, ഇന്നാൾ കേട്ട ആയത്തല്ലേ കഴിഞ്ഞ കുട്ടികൾ ഇയാൾക്ക് തന്നെ പറഞ്ഞേ. ആവർത്തന വിരസത എന്നാണ് ഖുർആനിൽ. ഖുർആൻ നമ്മൾ ഓതുമ്പോൾ നിരന്തരം പറഞ്ഞ കാര്യം തന്നെ ഖുർആനിൽ പറയും. ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക, കേട്ടതന്നെ കേൾക്കുക. മരിക്കുന്നറിയാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? നിരീശ്വരവാദിക്ക് വരെ അറിയാം മരിക്കുന്നുണ്ട്. എന്നാൽ ഖുർആനിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എന്താണ്? മനുഷ്യതൊക്കെ മറക്കും. അതൊക്കെ മനസ്സിലാക്കിയാലും മനസ്സിലാക്കണം മറക്കും. അപ്പൊ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. നമ്മുടെ കർമ്മങ്ങൾ പാഴായി പോയതിനെ കുറിച്ചാണ് മരണസമയത്ത് അശ്രദ്ധനായ മനുഷ്യൻ ചിന്തിക്കുക. എനിക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവരെ നോക്കാണ്ട്, ഇതൊന്നും മരിക്കുന്ന സമയത്ത് ഒരു ചിന്തിക്കൂല. ജീവിതകാലത്ത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. ജീവിതകാലത്ത് പലപ്പോഴും നമ്മളെ പ്രയാസങ്ങളെക്കാൾ നമ്മുടെ മക്കളെ പ്രയാസങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ പ്രയാസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. എന്നാൽ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, എൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. റബ്ബിർജിഊൻ, റബ്ബേ ഒന്നുകൂടി ഐഹിക ജീവിതത്തിലേക്ക് എന്നെ മടക്കണം. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു,
ഞാൻ ഉപേക്ഷിച്ചതായ കർമ്മങ്ങൾ, ചെയ്യാതെ പോയ കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. ഇതാണ് പറയാ. അള്ളാഹു അവിടെ വ്യക്തമാക്കുന്നുണ്ട്, ഒരു ഉപകാരമില്ലാത്ത വർത്താനായിരിക്കും. ഓരോ മനുഷ്യനും പറയുന്ന ആ വർത്താനം ഒരു ഉപകാരം ചെയ്യൂല, മരണത്തിന് മുമ്പായി ചെയ്യണം. وَأَنْفِقُوا مِمَّا رَزَقْنَاكُمْ مِنْ قَبْلِ أَنْ يَأْتِيَ أَحَدَكُمُ الْمَوْتُ فَيَقُولَ رَبِّ لَوْلَا أَخَّرْتَنِي إِلَى أَجَلٍ قَرِيبٍ فَأَصَّدَّقَ وَأَكُنْ مِنَ الصَّالِحِينَ. മരണം വന്നതിന് മുമ്പേ ചെലവാക്കിക്കൊള്ളില്ല. സമയമാകാം, സമ്പത്താകാം, ശരീരം കൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളാകാം. ഇതിനൊക്കെ മനുഷ്യനിക്ക് തടസ്സം ഒന്ന് അലസതയാണ്, ചെയ്യാൻ തടസ്സം. അത്താഴത്തിന് എണീക്കാൻ തന്നെ തടസ്സം. അത്താഴം വേണമെന്നില്ല, രാത്രി കുറെ കഴിച്ചിട്ട് എന്ന് പറയും. ഇത് അലസത, മനുഷ്യനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അലസത. പിന്നെ അശ്രദ്ധ, ബാത്റൂമിലേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന, ബാത്റൂമിൽ വരുമ്പോഴുള്ള പ്രാർത്ഥന, പള്ളിയിലേക്ക് വരുമ്പോഴുള്ള പ്രാർത്ഥന, പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള പ്രാർത്ഥന ഒക്കെ അറിയാം, പക്ഷെ ചെല്ലൂല. അശ്രദ്ധ സൽക്കർമ്മങ്ങളെ നഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അശ്രദ്ധ എന്നുള്ളത്. മറ്റൊന്ന് അറിവില്ലായ്മയാണ്. വലിയ വലിയ തെറ്റുകളൊക്കെ വരുന്ന എന്തുകൊണ്ടാണ്? അറിവില്ലാത്തതുകൊണ്ടാണ്. നല്ല 5 നേരം നിസ്കരിക്കുന്ന ആള്, റമളാനിൽ നോമ്പെടുക്കുന്ന ആള്, സുന്നത്ത് നോമ്പെടുക്കുന്ന ആള്, പക്ഷെ മക്കാമ് വിട്ടു കഴിയൂല. എല്ലാ ശിർക്കും വിധത്തും മൂപ്പർക്കുണ്ട്. എന്താ കാരണം? അറിയാനും പഠിക്കാനും തയ്യാറല്ല. അറിവില്ലായ്മ വലിയ വലിയ തെറ്റുകൾക്ക് കാരണം. അതുപോലെ നന്മകൾ പാഴാവാൻ കാരണമാണ്. വലിയ കൂലിയുള്ള കുറേ സൽക്കർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കാതെ അറിയാതെ പോകുന്നത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ബുദ്ധിപൂർവ്വം ജീവിക്കണം. യശാസനം പറഞ്ഞു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാ? സമർത്ഥൻ എന്ന് പറഞ്ഞ ആരാ? പെട്ടെന്ന് പൈസക്കാരനായ ആളല്ല. അൽ കയ്യിസു, ബുദ്ധിമാൻ, സമർത്ഥൻ, മന്ദാന നഫ്സഹു, തൻ്റെ മനസ്സിനെ, നഫ്സിനെ പരിശോധന ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്, തെറ്റുകൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. വതമൻ, അതുപോലെ തന്നെ വഅമില ലിമാ ബഅദൽ മൗതി, തൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തൻ്റെ സ്വന്തം നഫ്സിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അതുമായി സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തൻ്റെ ശരീരത്തോട് സമരം ചെയ്തുകൊണ്ട് അതിനെ നന്മകൾ ചെയ്യിപ്പിക്കുന്നു. വഅമില ലിമാ ബഅദൽ മൗതി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി പ്രവർത്തിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാജിസ്, ബുദ്ധിഹീനനായ മനുഷ്യൻ, അത്ബഉ നഫ്സഹു ഹവാഹാ, തൻ്റെ ദേഹേച്ഛക്കനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം കണ്ട്, കേൾക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം കേട്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്ത് അങ്ങനെ പോയാൽ അവൻ വേഗം ബുദ്ധിഹീനനായി നരകത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം. നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയാണ്, അള്ളാഹുവിൻ്റെ അടിമകൾ അവനെ ആരാധിച്ചു കൊണ്ടിരിക്കും, അവന് തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ, അവരുടെ അടുത്ത് മലക്കുകൾ വന്നെത്തുന്നതാണ്. നമ്മൾ ദിക്റിലും ദുആയിലൊക്കെ ഒഴുകിങ്ങനെ ഇരിക്കുമ്പോൾ മലക്കുകൾ നമ്മൾ അറിയാതെ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും, നമുക്ക് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഫയസ്അലുഹും റബ്ബുഹും, റബ്ബ് അവരോട് ചോദിക്കും, വഹുവ അഅലമു ബിഹിം, അവൻ അറിവുള്ളവനായിരിക്കെ തന്നെ, അല്ലാഹുവിനെല്ലാം അറിയാം, എന്നിട്ട് തന്നെ അല്ലാഹു ചോദിക്കുന്നു, മാ യഖൂലു ഇബാദി, എൻ്റെ അടിമകൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖാലൂ, മലക്കുകൾ പറയുന്നു, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക, ആ അടിമകൾ നിന്നെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിന്നെ തക്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഫയഖൂലുല്ലാഹു തആലാ ലിൽ മലായിക, അപ്പോൾ അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു, മാദാ യസ്അലൂനി, അവർ എന്നോട് എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഖാലൂ, മലക്കുകൾ പറയും, യസ്അലൂനക യസ്അലൂനകൽ ജന്ന, അവർ സ്വർഗ്ഗമാണ് നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാല വഹൽ റഅൗ ജന്നതി, അല്ലാഹു ചോദിക്കും, അവർ എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഖാലൂ, അവർ പറയും, ലാ,
റബ്ബി, റബ്ബേ കണ്ടിട്ടില്ല. അസമയം ഫകൈഫ ലൗ റഅൗ ജന്നതി, അവരെന്റെ സ്വർഗം കാണുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, അഥവാ വീണ്ടും വീണ്ടും അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുമായിരുന്നല്ലോ എന്ന് അല്ലാഹു തആല പറയും. അതുപോലെ തന്നെ അല്ലാഹു ചോദിക്കുന്നു, മിമ്മ യസ്തജിറൂനി, അവരെന്നോട് എന്തിൽ നിന്നാണ് അഭയം ചോദിക്കുന്നത്? ഖാലൂ, മലക്കുകൾ പറയും, മിന്നാരിക, നിന്റെ നരകത്തിൽ നിന്നാണ് അഭയം ചോദിക്കുന്നത്. ഖാല വഹൽ റഅൗ നാരി, അവരെന്റെ നരകം കണ്ടിട്ടുണ്ടോ? ഖാലൂല ഫകൈഫ ലൗ റഅൗ നാരി, അല്ലാഹു പറയും, അവരെന്റെ നരകം ശരിക്കും കണ്ടിരുന്നെങ്കിലോ എങ്കിൽ ഇതിനെക്കാട്ടിയും അവര് ശ്രദ്ധ ഉണ്ടാകുമായിരുന്നല്ലോ എന്ന ആശയം. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചത് ദീർഘമായ ഹദീസിൽ പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലും അള്ളാഹു ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വർഗം ചോദിക്കാനും നരകത്തിന് രക്ഷ തേടാനും വേണ്ടിയാണ്. നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന സൽക്കർമ്മങ്ങൾ അതിൽ നമ്മൾ ഉത്സാഹിച്ചുകൊണ്ടിരിക്കണം, ദുഷ്കർമ്മങ്ങൾ അതിനെല്ലാം വിട്ടുകൊണ്ടിരിക്കണം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാഖി നഅലിഹി, സ്വർഗം എന്നുള്ളത് നിങ്ങളിൽ ഓരോരുത്തർക്കും അഖറബു ഇലാ അഹദികും, നിങ്ങളിൽ ഓരോരുത്തർക്കും വളരെ അടുത്താണ്, മിൻ ശിറാഖി നഅലിഹി, അവന്റെ ചെരുപ്പ് വള്ളിയേക്കാൾ. വന്നാറും സുൽദാലി, നരകവും അതുപോലെയാണ്. എന്താണ് പറഞ്ഞത്? നമ്മൾ വിചാരിച്ചാൽ നമ്മളെ മനസ്സിലുള്ള ഉദ്ദേശം ഒന്ന് തെറ്റിങ്ങോട്ട് പോയാൽ, നമ്മളെ മനസ്സിൽ നിസ്കരിക്കാൻ വന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കയ്യെത്തി, അപ്പോൾ ഞാൻ നല്ല നിസ്കാരക്കാരനാണ് ആൾക്കാർ കരുതിക്കോട്ടെ എന്നൊരു തോന്നൽ വന്നാൽ തന്നെ അതവിടെ പോയി. നമ്മളെ ഉദ്ദേശത്തിൽ തെറ്റ് വന്നു പോയാൽ ധാരാളം പൈസ കൊടുക്കുന്നുണ്ടാവും, ധാരാളം സദഖ ഉണ്ടാവും, ആൾക്കാരെന്നെ പറ്റി ഒരു മതിപ്പ് വരട്ടെ വിചാരിച്ചാൽ അതോടെ പോയി. തൗഹീദിന്റെ മാർഗത്തിലൊക്കെ നല്ല പ്രസംഗിക്കുന്നുണ്ടാവും, എന്നാലും എൻ്റെ പ്രസംഗമൊക്കെ ആൾക്കാർ കേട്ടിനെ പറ്റി മതിപ്പ് അറിയട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ പോയി. ഉദ്ദേശശുദ്ധി, കർമ്മങ്ങളുടെ ശുദ്ധിയൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാം. അതുപോലെ തന്നെ നന്നാവാനും വിചാരിച്ചാൽ നന്നാവാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും, സ്വർഗം നിങ്ങളിൽ ഓരോരുത്തർക്കും വളരെ അടുത്താണ്, മിൻ ശിറാഖി നഅലിഹി, അവന്റെ ചെരുപ്പ് വള്ളിയേക്കാൾ. വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെ. അപ്പൊ നമ്മുടെ സ്വന്തം ഉദ്ദേശം, നടപടികൾ നന്നാക്കുകയും സ്വന്തം നഫ്സിനോട് സമരം ചെയ്യുകയും ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് നരകമോചനവും സ്വർഗവും നേടാൻ കഴിയും. ആ നിലയിൽ സൽക്കർമ്മ നിരതമായ ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാൻ എന്നുള്ളത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആന്റെ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ധാരാളമായി ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ ഒരു ഖത്തം തീർത്തതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സ്വഹാബികളുടെ ചരിത്രത്തിൽ നിരന്തരമായി ഖുർആൻ ഓതിക്കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുന്നതിൽ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. ഖുർആൻ ഓതൽ മാത്രമല്ല, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ഖുർആന്റെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അതിലെല്ലാം നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റമദാന്റെ ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നീട് ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹത്വം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ പൊതുവെ ആളുകൾക്ക് അപ്പോഴാണ് ആലസ്യം പിടിപെടാറുള്ളത്. അത് നമ്മൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തു നാസിആത്തിലുള്ള 37-ാമത്തെ വചനം മുതലുള്ള ആയത്തുകളാണ്. ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്ത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എത്തിക്കുന്ന കാര്യങ്ങളെ
വളരെ ചുരുക്കി അവിടെ പറഞ്ഞു. ഫമ്മാമൻ ത്വഗ, ആരാണോ അതിരുവിട്ട് പ്രവർത്തിക്കുന്നത്, വആസറൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിലെ ജീവിതത്തെ വലുതായി തിരഞ്ഞെടുക്കുന്നത്, ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, അവനുള്ള സങ്കേതം നരകമാകുന്നു. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ആരാണോ തന്റെ റബ്ബിന്റെ സന്നിധിയെ ഭയപ്പെടുന്നത്, വനഹൻ നഫ്സ അനിൽ ഹവാ, തന്റെ ശരീരത്തെ ദേഹേച്ഛകളിൽ നിന്ന് തടുത്തു വെക്കുകയും ചെയ്യുന്നത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവനുള്ള സങ്കേതമാണ് സ്വർഗം. ചുരുക്കി പറഞ്ഞു, പ്രത്യേകിച്ച് വിശദീകരണമൊന്നും ആവശ്യമില്ലാതെ വണ്ണം അറിയാവുന്നതാണ്. ദുനിയാവിന് പ്രാധാന്യം കൊടുക്കാതെ ആഖിറത്തെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അതുപോലെ തന്നെ ദേഹേച്ഛയിൽ നിന്ന് വിട്ടുനിൽക്കുക, അത്തരം കാര്യങ്ങളിലൂടെയാണ് നരകമോചനവും സ്വർഗവും ലഭിക്കുന്നത് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ റമദാന്റെ ദിനങ്ങളിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് ആത്മാർത്ഥമായ പശ്ചാത്താപം എന്നുള്ളത്. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയുകയും അതിൽ സങ്കടമുണ്ടാവുകയും ചെയ്തു പോയ തെറ്റുകളിൽ ആത്മാർത്ഥമായ ഖേദം, നദാമത്ത് ഉണ്ടാവുക എന്നുള്ളത് തൗബയുടെ ഒരു ഷർത്താണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചെറുതുമായ പല കുറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലൊരു വിഷമവും നടുക്കവും ഉണ്ടാകണം. തൗബ സ്വീകരിക്കപ്പെടുന്ന ഒരു നിബന്ധനയാണ്. അതിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം, ആവർത്തിക്കുകയില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോടെന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവർക്കെന്തെങ്കിലും കൊടുത്തു വിട്ടാറുണ്ടെങ്കിൽ അതൊക്കെ ആ നിലയിൽ ചെയ്യുകയും വേണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു തൗബ ആത്മാർത്ഥമായ നസൂഹായ നിലയിലുള്ള തൗബയാവുകയുള്ളൂ. ആ നിലക്ക് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുമായി അടുക്കുവാനും റമദാന്റെ അവശേഷിച്ച ദിനങ്ങളിൽ സൽക്കർമ്മ നിരതമായ ജീവിതം നയിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏതൊരു സൽക്കർമ്മം ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായെങ്കിലേ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും സൽക്കർമ്മങ്ങൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ജീവിതം നന്നാക്കി തീർക്കുവാനുമുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക. നമ്മളിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരായുണ്ട്. നോമ്പെടുക്കാൻ ആഗ്രഹിച്ചിട്ട് നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. എല്ലാവർക്കും തന്നെ അല്ലാഹു തആല രോഗശമനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കളും അല്ലാത്തവരുമായ എല്ലാ മുസ്ലിമുകൾക്കും മുസ്ലിമാത്തുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ബർസഖിയ ജീവിതത്തിൽ അവർക്ക് രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീൻ അടക്കമുള്ള ലോകത്തിൽ പല സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹു തആല നീക്കുമാറാകട്ടെ. സൽക്കർമ്മ നിരതമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമദാനെ ധന്യമാക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات وللأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وآخر دعوانا الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد صلى الله عليه وسلم.